നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. അഞ്ചങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കാലവർഷം കനത്തതോടെ ഒച്ചുശല്യം രൂക്ഷം. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമായി. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. താന്യം സ്വദേശി കെവിനാണ് പിടിയിലായത്. നൂറടിത്തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി തടസ്സപ്പെട്ടു. 4 വർഷം മുൻപ് ആരംഭിച്ച പണിയാണ് എങ്ങുമെത്താതെ നിൽക്കുന്നത്. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ വീട് പൂർണ്ണമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന കിടപ്പുരോഗിയായ വയോധികൻ ഉൾപ്പെടെ 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ മാള വടമയിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. സബ് രജിസ്ട്രാർ ഓഫീസ് കോമ്പൗണ്ടിലെ മരം വീണാണ് വൈദ്യുതി കമ്പികൾ പൊട്ടിയത്. മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തെലങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ വെസ്റ്റ് മാങ്ങാടുള്ള വീട്ടിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ സന്ദർശനം നടത്തി. മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തെലങ്കാന പോലീസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്ന് കുമ്മനം രാജശേഖരൻ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ അപകടകരമായി വാഹനത്തെ മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലെ ഡ്രൈവർ മിണാലൂർ സജീവിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. 3 കോടി രൂപ ചിലവഴിച്ച് BMBC നിലവാരത്തിൽ നിർമ്മിച്ച മങ്ങാട് ആര്യമ്പാടം അത്താണി റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ 2ാം ദിവസം നടത്തിയ സംയുക്ത തിരച്ചിലിലും സ്വർണ്ണ കിരീടം കണ്ടെത്താനായില്ല. പോലീസ്, ദേവസ്വം വിജിലൻസ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കടങ്ങോട് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വേലുപാടം വിശുദ്ധ യൗസൈ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 15-നാണ് ഊട്ടുതിരുനാൾ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തിരുവില്ലാമല മലേശമംഗലം HLP സ്കൂളിൽ ഓട്ടൻതുള്ളലിനെ കുറിച്ച് പഠന ക്ലാസ് നടത്തി. കലാമണ്ഡലം പ്രദീപ് കല്യാണ സൗഗന്ധികം അവതരിപ്പിച്ചു. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ തോമാസ് ലേഹയുടെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ഫാദർ ജോമോൻ താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കരുമത്ര വിളമ്പത്ത് സതീശൻ രതിദേവി ദമ്പതികളുടെ മകൾ C ദേവനന്ദയെ കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘം ഭാരവാഹികൾ അനുമോദിച്ചു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വരന്തരപ്പള്ളി SA KK ബിജു ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അവാർഡ് ദാനവും ശനിയാഴ്ച നടക്കും.
TS പട്ടാഭിരാമൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാവറട്ടി പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ഞാറ്റുവേല ചന്ത മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച തൃശൂർ DMO ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 6 പ്രവർത്തകരാണ് DMO ഓഫീസിൽ പ്രതിഷേധിച്ചത്. വെങ്കിടൻ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മുതുവറ കേരള ഗ്രാമീൺ ബാങ്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ മറ്റൊരു കാർ ഇടിച്ച അപകടം. കാർ യാത്രികരായ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊയ്യ പഞ്ചായത്തിലെ മടത്തുമണി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് സാവകാശം തേടി. 3 മാസത്തിനുള്ളിൽ ഓഫീസ് തുറക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നിലനിൽക്കില്ലെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തെ തുടർന്നാണ് 6 മാസത്തെ സാവകാശം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. എളവള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം കേരള വനിതാ കമ്മീഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മരത്താക്കര കുത്തനംപാറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വട്ടണാത്ര സ്വദേശി ബിജിത്തിനാണ് പരിക്കേറ്റത്. പൊതുമേഖലയിൽ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച മാള പൂപ്പത്തിയിലെ ചക്ക സംസ്കരണ ഫാക്ടറി അടഞ്ഞുകിടക്കുന്നു. പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും ഫയലിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഫാക്ടറിയുടെ പൂട്ട് തുറക്കാൻ കൃഷിവകുപ്പിന് കഴിഞ്ഞില്ല. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയോട് സംവദിച്ച് ഏറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി റസൽ റാഫി. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഇരുന്നാണ് റസൽ ഉൾപ്പെടെയുള്ളവർ ശുഭാംശുവുമായി സംവദിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥലപരിശോധന നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ RV അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പഴയന്നൂർ കാക്കരക്കുന്നിൽ തൊഴുത്തിന് സമീപം 62കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കരക്കുന്ന് ചോലയിൽ കുമാരനാണ് മരിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൊഴുത്തിൽ പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തി. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കഥാപാത്രങ്ങളായി മാറി. ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളുടെ അവതരണ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് നാട്ടുങ്കൽ സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ സന്ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ചു വന്നിരുന്ന യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്നലാങ്കുന്ന് സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ നബീലിനെയാണ് SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബ് 50ഓളം സേവന പദ്ധതികൾ നടപ്പാക്കും. സേവന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഞായറാഴ്ച നടക്കും. പടവരാട് സെന്റ് തോമസ് പള്ളിയിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജോസ് ഇടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, കൈകാരന്മാരായ വർഗീസ് പ്ലാക്കൽ, ജോഷി കോട്ടയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.